ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നൊരു ആപ്പാണ്. ഈ ആപ്പിലൂടെ നമുക്ക് നമ്മുടെ എക്സ്പെൻസ്, ഇൻകം ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വളരെ നല്ലൊരു യൂസർ ഇൻ്റർഫേസാണ്. ഇതാണ് നമുക്ക് ഹോം സ്ക്രീനിൽ കിട്ടുന്നത്. നമുക്കിവിടെ വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. വൺസ് നമ്മൾ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് PDF-ലോട്ടോ എക്സലിലോട്ടോ ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും എൻട്രി ഈ സെർച്ച് ഐക്കൺ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു എൻട്രി ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചിലവാക്കിയതാണെങ്കിൽ നമുക്ക് ക്യാഷ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ക്യാഷ് ഔട്ടിൽ ഞാനിപ്പോൾ 100 എന്നിട്ട് അത് ഞാൻ വെജിറ്റബിൾസ് മേടിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമും ഡേറ്റുമാണ് ഈ താഴെ കാണിക്കുന്നത്. ഇവിടെ സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എൻട്രി അവിടെ വരും. ഇനിയിപ്പോൾ എനിക്കൊരു 100 രൂപ എവിടെന്നെങ്കിലും എനിക്ക് ക്രെഡിറ്റ് ആയെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. അത് ക്യാഷ് ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് 100 എന്ന് കൊടുത്തിട്ട് ക്രെഡിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. സോ വൺസ് നമുക്കൊരു മന്തിൽ നമ്മൾ ഫുള്ള് ചിലവൊക്കെ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ടോട്ടൽ ഡിഫറൻസ് ക്യാഷ് ഔട്ടും ക്യാഷ് ഇന്നും നമുക്ക് താഴെ കാണാൻ പറ്റും. ഈ താഴത്തെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഈ ബാലൻസ് അല്ലെങ്കിൽ അത് 0 വരെ ടാലി ആയോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു മന്തിൽ എക്സ്പെൻസ് എത്രയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഇതിൻ്റെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വീക്ക്ലി ഉള്ളത് കാണാം, നമുക്ക് മന്ത്ലി കാണാം, ഡെയിലി കാണാം, ഓൾ ഇയർലി, അങ്ങനെയുള്ള വിവിധ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മെനു ഐക്കണിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ എല്ലാം ഒരു സമ്മറൈസ്ഡ് റിപ്പോർട്ട് കിട്ടും. സമ്മറി, അക്കൗണ്ട് സമ്മറി, ട്രാൻസാക്ഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടൈം ഫോർമാറ്റ് വേണമെങ്കിൽ മാറ്റാം, 24/12 മാറ്റാം, ഡേറ്റിൻ്റെ ടൈം കൂടെ കാണിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, കറൻസിയുടെ ഫോർമാറ്റ് മാറ്റാം, ഡാർക്ക് മോഡ് അല്ലാത്തത് മാറ്റാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം ഫിംഗർ പ്രിൻ്റ് വെച്ച്, നമ്മുടെ പ്രീവിയസ് ബാലൻസ് കാണാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, അത് നമുക്കെല്ലാം നോക്കിയാൽ മനസ്സിലാവുന്ന ടൈപ്പ് ഓപ്ഷൻസ് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഈ ഒരു 3 ഡോട്ട്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാം, ഡേറ്റ് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ വെക്കാം. പിന്നെ ഈ ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട് ഓപ്ഷൻ നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ച അതേ ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ മാറുവാണെങ്കിലും വേറൊരു പുതിയ ഫോണിലോട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ആഡ്സ് ഉള്ള ആപ്പാണ്, പക്ഷേ ഇതിൽ ആഡ്സ് വരില്ല. കാരണം നമ്മളൊരു റിമൂവ് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് നമ്മളൊരു 1 മിനിറ്റ് ആഡ് കണ്ടു കഴിഞ്ഞാൽ ഈ വാച്ച് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് കാണാതെ ഒരു 1 വീക്ക് കിട്ടും. അതൊരു 1 മിനിറ്റ് ആഡേ കാണിക്കുകയുള്ളൂ. ഇനി അതെല്ലാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വർഷം 100 രൂപയാണ്. അത് നമുക്ക് ഓട്ടോ റിന്യൂവൽ അല്ലെങ്കിൽ മാനുവൽ റിന്യൂവൽ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ല ആപ്പാണ്. നിങ്ങൾ ഫ്രീ വെർഷൻ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിയാൽ മതി. ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഷെയർ ചെയ്തേക്കാം. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക് യു.